ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ 2 ലെയർ സെറ്റായി ഫോമായി. ഇനി നമ്മൾ ഫൈനൽ ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണെന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ യെല്ലോ ടോപ്പിലാണ് എപ്പോഴും പിടിക്കുന്നത് പോലെ യെല്ലോയുടെ അവിടെ എടുക്കുമ്പോൾ ഒരു ജെയോ ഒരു ജെ ഫോം ആയിട്ടുണ്ടെന്ന് നോക്കുക. എനിക്കിപ്പോൾ ഒരു ജെ ഫോം ആയിട്ടുണ്ട്. ചിലവർക്ക് നേരെ ഇങ്ങനൊരു യെല്ലോയുടെ ഒരു വര പോലെ ആയിരിക്കും ഫോം ആവുന്നത്. ചിലർക്ക് ഇങ്ങനെ ക്രോസ് ആയിരിക്കും ഫോം ആവുന്നത്. ചിലവർക്ക് ജെയും ഇങ്ങനെയുള്ള ഒരു വരയോ ക്രോസോ ഒന്നും ഫോം ആവില്ല. ഈ ഒരു സെൻറ്റർ പീസ് മാത്രമേ കാണുള്ളൂ. അതിനെല്ലാം ഈ സെയിം സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇത് ക്രോസ് വന്നവർ ഈ സ്റ്റെപ്പ് ചെയ്യണ്ട. ജെയോ ഇങ്ങനെ ഒരു വരയോ ഈ സെൻറ്റർ പീസ് മാത്രമോ ഉള്ളവർ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. നമ്മൾ ഈ ജെയോ ഞാൻ പറഞ്ഞ ഡോട്ടോ ഈ ലൈനോ എങ്ങനെ ക്രോസിലേക്ക് എത്തിക്കാമെന്നുള്ള സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ക്രോസ് വന്നവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ജെ നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുക. ജെയുടെ നേരെ താഴെയുള്ള നമ്മൾ ജെ എങ്ങനെയാണ് എഴുതുന്നത് അങ്ങനെ തന്നെ നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു യെല്ലോ ഇല്ലാത്ത ഇങ്ങനെ ഒരു സ്ഥലം കാണും. അത് നമ്മൾ നമ്മുടെ ഈ ഒരു ഫേസിങ് ഭാഗം നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക. റൈറ്റ് നമ്മൾ ടോപ്പിലേക്ക് തിരിക്കുക. ടോപ്പ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക. നമ്മൾ റൈറ്റ് ഭാഗം താഴേക്കാക്കുക. നമ്മൾ ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിച്ചു, അത് തിരിച്ച് റൈറ്റിലേക്ക് ആക്കുക. നമ്മൾ ഈ നമ്മളെ ഫേസ് ചെയ്യുന്ന ഇത് റൈറ്റിലേക്ക് തിരിച്ചു, അത് തിരിച്ച് ലെഫ്റ്റിലേക്ക് ആക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വര വന്നു. ഈ ടി അല്ല പ്രധാനം, ഇങ്ങനൊരു വര, ഈ ഒരു യെല്ലോയുടെ ഒരു സ്ട്രിപ്പ് വന്നു കഴിഞ്ഞു. ഇനി ആ സെയിം സ്റ്റെപ്പ് ചെയ്യുക ക്രോസ് കിട്ടാൻ വേണ്ടി. നമ്മൾ ജെയിൽ നിന്ന് ഈ ഒരു സ്ട്രിപ്പ് കൊണ്ടുവരാൻ ചെയ്ത സെയിം സ്റ്റെപ്പ് നമ്മൾ ക്രോസ് കൊണ്ടുവരാൻ ചെയ്യുന്നു. ക്രോസ് ഫോമായി, യെല്ലോയുടെ ക്രോസ് ഫോമായി. അപ്പോൾ ഇനിയാണ് ജെ ഫോം ആയതെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് ചെയ്ത് ആ സ്ട്രിപ്പ് കൊണ്ടുവരിക, എന്നിട്ട് ഈ ക്രോസ് കൊണ്ടുവരിക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു യെല്ലോയുടെ താഴെയുള്ള ഈ യെല്ലോയുടെ സൈഡിലുള്ള ബ്ലൂ, ഓറഞ്ച്, റെഡ്, ഗ്രീൻ ഇത് നമ്മൾ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓറഞ്ചുമായിട്ട് അലൈൻ ചെയ്യുക. താഴത്തെ 2 ലെയർ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അലൈനായി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓറഞ്ചിൻ്റെ ലെഫ്റ്റ് ഈ ഓറഞ്ച് നമ്മളിപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഓറഞ്ച് ഇങ്ങനെ ഇപ്പോൾ അലൈനായി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഷേപ്പ് എടുക്കാം. ബ്ലൂ ആൻഡ് യെല്ലോ എടുക്കാം. ബ്ലൂ നമ്മളിങ്ങനെ അലൈൻ ചെയ്തു. ഈ ബ്ലൂവിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അലൈൻ ആയിട്ടുണ്ടോ നോക്കുക. തന്നെ അലൈൻ ആയിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ആയിട്ടില്ല. ഇനി എന്നാൽ നമുക്കൊരു വേറെ കളർ അലൈൻ ചെയ്ത് നോക്കാം. റെഡ് അലൈൻ ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ തന്നെ അലൈൻ ആയിട്ടുണ്ടോ? ഇല്ല. ബ്ലൂ അലൈൻ ആയിട്ടില്ല, പക്ഷേ ഗ്രീൻ അലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ റെഡും ഗ്രീനും ഇങ്ങനെ അടുത്തടുത്ത് അലൈനായി വന്നിട്ടുണ്ട്. റെഡും ഗ്രീനും ഇങ്ങനെ അടുത്തടുത്ത് അലൈൻ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റെഡ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് റൈറ്റ് ഹാൻഡിൻ്റെ അവിടത്തേക്ക് ഫേസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റേ ഇത് ബാക്കിലേക്കാണ് വരുന്നത്. ഇനി നമ്മൾ ഈ റെഡ് ഉള്ളത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. ഈ റൈറ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ലെയർ ഇങ്ങോട്ട് തിരിക്കുക. പൊക്കിയ റൈറ്റ് സൈഡ് താത്തുക, ടോപ്പ് ലെയർ വീണ്ടും അങ്ങോട്ട് തിരിക്കുക. താത്തിയ സൈഡ് റൈറ്റ് വീണ്ടും പൊക്കുക. 2 ടൈംസ് നമ്മൾ ടോപ്പ് ലെയർ തിരിക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് പൊക്കിയ റൈറ്റ് ലെയർ താത്തുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പ് ലെയർ തിരിക്കുമ്പം എല്ലാത്തിൻ്റെയും സെൻറ്റർ പീസസ് അലൈൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയും നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4 പീസസ് അലൈൻ ചെയ്യുക അവരവരുടെ പൊസിഷനിൽ. എന്നിട്ട് ഇവിടെ 4 യെല്ലോ കൊണ്ടുവരിക. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പീസ് അലൈനായി കിടക്കണമെന്നില്ല. ഇപ്പോൾ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ്. ഈ കോർണറിൽ കിടക്കുന്ന പീസ് ആ 3 കളറാണെന്ന് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പക്ഷേ ഓറഞ്ചാണ്, റെഡ് അല്ല. അപ്പം നമ്മൾ അടുത്ത സൈഡ് എടുക്കുക. ഇവിടെ ഉള്ളത് ഗ്രീൻ, യെല്ലോ, റെഡ്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പക്ഷേ ഇവിടെ ഓറഞ്ചാണ്. നമ്മൾ അടുത്ത സൈഡ് എടുക്കുക. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ. ഇവിടെ ഗ്രീൻ, യെല്ലോ, റെഡ് ആണ്, അല്ല. അടുത്ത സൈഡ് ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, പക്ഷേ ഇവിടെ
ബ്ലൂ യെല്ലോ ഉണ്ട്, പക്ഷേ ഓറഞ്ചിന് പകരം റെഡാണ്. അപ്പോൾ ഇത് ഫുള്ളി ഷഫിളായിട്ട് കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർണർ നമ്മളെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ മുകളിലേക്ക് ഉയർത്തുക, ടോപ്പ് ലെയർ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു, അത് തിരിച്ച് തിരിക്കുക, ലെഫ്റ്റ് ലെയർ മുകളിലേക്ക് പൊക്കുക, ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ താത്തുക, ടോപ്പ് ലെയർ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ലെയർ താത്തുക. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. ഇതല്ല ഈ ഒരു കോർണർ റെഡ് ബ്ലൂ യെല്ലോ. അത് എൻ്റെ ഇപ്പോൾ ഇങ്ങനെ തന്നെ കളർ അനുസരിച്ച് വന്നു. ചിലവരുടെ ഇത് അലൈൻ ആണെങ്കിലും ഈ യെല്ലോ ചിലപ്പോൾ ഇവിടെ കിടക്കും, ഈ റെഡ് ഇവിടെ കിടക്കും, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പീസിൽ ഈ 3 കളർ എവിടെ ആണെങ്കിലും വന്നാൽ മതി. അപ്പോൾ ഏത് പീസിലാണോ അത് വന്നത് അത് നമ്മുടെ നേരെ ഫേസ് ചെയ്ത് റൈറ്റ് സൈഡിൽ നമ്മുടെ നേരെ ഈ ഒരു ടിപ്പ്, ഈ ഒരു കോർണർ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുത്തക്കം വണ്ണം പിടിച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേ സ്റ്റെപ്പ് ചെയ്യുക. ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ ഉയർത്തുക, ടോപ്പ് ലെയർ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ലെയർ ഉയർത്തുക, ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ താക്കുക, ടോപ്പ് ലെയർ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ലെയർ താക്കുക. അപ്പോൾ ഈ എല്ലാ സൈഡും അലൈൻ ആയിട്ടുണ്ട്. ഓറഞ്ച് ഗ്രീൻ യെല്ലോ, റെഡ് യെല്ലോ ഗ്രീൻ, യെല്ലോ ബ്ലൂ ആൻഡ് റെഡ്, ഇവിടെ ബ്ലൂ യെല്ലോ ആൻഡ് ഓറഞ്ച്. ഇനി നമ്മൾ ഇത് രണ്ടും കറക്റ്റായി അലൈൻ ആയതുകൊണ്ട് ഇനി ഇവിടെ രണ്ടും കറക്റ്റ് പൊസിഷൻ ഇങ്ങനെ തന്നെ ആക്കുക എന്നാണ് നമ്മുടെ സോൾവ് ചെയ്യാനുള്ള അടുത്ത ടെക്നിക്. നമ്മളിപ്പോൾ എൻ്റെ നേരെ ഫേസ് ചെയ്ത് പിടിച്ചേക്കുന്നത് യെല്ലോ മുകളിൽ വരാത്തൊരു പീസാണ്. അത് എങ്ങനെ യെല്ലോ കൊണ്ടുവരാമെന്ന് നോക്കുക. നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു പീസ് പിടിക്കുക, എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക. നമ്മൾ താഴത്തെ ലെയർ ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെയർ ഉയർത്തുക, തിരിച്ച് ലെഫ്റ്റ് ലെയർ ആക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പ് ചെയ്യുക. റൈറ്റ് ലെയർ താഴ്ത്തുക, നമ്മുടെ താഴത്തെ ലെയർ ലെഫ്റ്റിലേക്ക് ആക്കുക, റൈറ്റ് ലെയർ പൊക്കുക, ലെഫ്റ്റ് ലെയർ തിരിച്ചാക്കുക. നമ്മൾ ആ സ്റ്റെപ്പ് യെല്ലോ അവിടെ വരുന്നിടം വരെ കണ്ടിന്യൂസ് ചെയ്യണം. ഇപ്പോൾ യെല്ലോ വന്നു. യെല്ലോ വരുന്നിടം കുറേ വട്ടം, ചിലപ്പോൾ 5, 6, ചിലപ്പം 2 തവണ ചെയ്യുമ്പോഴോ 1 തവണ ചെയ്യുമ്പോഴോ വരും. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ അലൈനായി. ഇപ്പോൾ ഇവിടെ മാറിക്കിടക്കുന്നതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അത് ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം സോൾവ് ആയി കിട്ടുന്നതാണ്. നമ്മൾ ഒരിക്കലും അടുത്തത് സോൾവ് ചെയ്യാൻ ഇങ്ങനെ ക്യൂബ് തിരിക്കരുത്. നമ്മളിങ്ങനെ തന്നെ പിടിച്ച് ടോപ്പ് ലെയർ നമ്മുടെ അടുത്തേക്ക് തിരിച്ച് അതിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ക്യൂബ് തിരിച്ചാൽ നിങ്ങൾക്ക് തെറ്റും. ഇപ്പോൾ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു. സെയിം സ്റ്റെപ്പ് ചെയ്യുക. റൈറ്റ് ലെയർ താത്തുക, ഡൗൺ ലെയർ ലെഫ്റ്റിലേക്ക് ആക്കുക, റൈറ്റ് ലെയർ ഉയർത്തുക, ടോപ്പ് ലെയർ തിരിച്ചാക്കുക. അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം യെല്ലോ ഇവിടെ വരുന്നിടം വരെ. ഇവിടെ ഇപ്പോൾ യെല്ലോ ഫുള്ളായി നമ്മുടെ ലെയറും എല്ലാം ഫോമായി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുമ്പോൾ ഫുൾ ക്യൂബ് സോൾവ് ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.